മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ഹെബ്രായർക്കുള്ള ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം, ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 6. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവരുടെ ലക്ഷണം അതായിരിക്കണം. ദൈവമുണ്ടെന്ന് സംശയം കൂടാതെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കുകയുള്ളൂ. ദൈവത്തിന്റെ അസ്തിത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നെന്ന് നമ്മൾ പറയുമായിരിക്കും. എന്നാൽ സസൂക്ഷ്മം പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അപൂർണത വ്യക്തമാകും. ആകുല ചിന്ത ദൈവവിശ്വാസത്തിന്റെ അഭാവത്തിൽ നിന്നുണ്ടാവുകയാണ്. ദൈവം എന്നെ അറിയുന്നു, സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നയാൾ ആകുലചിത്തനാവുകയില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ. എന്റെ ജീവിതത്തിലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന അറിവും ബോധ്യവുമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നാളെക്കുറിച്ച് ഭയപ്പെടുകയില്ല. നമ്മുടെ ആഗ്രഹത്തിനും തീരുമാനത്തിനും വിപരീതമായി പാപത്തിൽ വീഴുന്നത് ദൈവവിശ്വാസത്തിന്റെ അഭാവത്തെ സ്പഷ്ടമാക്കുക. ബലഹീനത എന്ന ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടുവാനും സാധിക്കുകയില്ല. ദൈവം എന്നെ കാണുന്നുണ്ട്, ചിന്തകൾ പോലും മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ ഒരിക്കലും പാപപ്രവൃത്തികൾക്ക് ഒരുങ്ങുകയില്ല. ദൈവവിശ്വാസം വാക്കുകളിലല്ല, ഹൃദയാന്തർഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്. വാക്കുകളിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വിശ്വാസിയാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ എന്റെ ബോധ്യങ്ങളിൽ ആ വിശ്വാസം ആഴപ്പെട്ടിട്ടുണ്ടോ? എന്റെ ആ ഇടപെടലുകളിൽ അത് പ്രകാശനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മൾ സാഹചര്യങ്ങളോട് ഇടപെടുമ്പോഴാണ് എന്റെ വിശ്വാസം എനിക്ക് പ്രകടമാവേണ്ടത്. ചിലപ്പോൾ താത്വികമായി ഞാൻ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും ആ വിശ്വാസത്തിനെതിരായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യും. അതിലൊരിക്കലും ഇടയാവാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.